കഴിഞ്ഞ ദിവസം പച്ചക്കറി വാങ്ങിയ കൂട്ടത്തിൽ നല്ല തക്കുട് വെളുത്തുള്ളി കുട്ടന്മാരെയും കൂടെ വാങ്ങിച്ചു കേട്ടോ. വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഇവന്മാരെ അച്ചാറിടാനുള്ള പ്ലാൻസ് ഒന്നും ഇല്ലായിരുന്നു. ആക്ച്വലി അച്ചാറിടുന്നത് നല്ല മെലിഞ്ഞ വെളുത്തുള്ളി കുട്ടന്മാരെയാണ്. പക്ഷേ ഇവന്മാർ ഇത്തിരി തക്കുട് കുട്ടന്മാരായിരുന്നു. എന്നാലും പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഇവന്മാരെ അങ്ങ് അച്ചാറിട്ട് കളയാമെന്ന്. എന്നാൽ പിന്നെ നമുക്ക് പാചകപ്പുരയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ആ നല്ലെണ്ണ മൂത്ത് വരുമ്പോഴുള്ളൊരു വാസനയുണ്ടല്ലോ, അടിപൊളിയാണ് ആ ഒരു സ്മെല്ല്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്മെല്ല്. അപ്പോൾ നല്ലെണ്ണ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉലുവ, ഞാൻ ഞാൻ അച്ചാറുകളിൽ ഉലുവ പൊടി ചേർക്കാറില്ല. ഉലുവ ഡയറക്റ്റ് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. മാങ്ങയാണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും നെല്ലിക്കയാണെങ്കിലും നാരങ്ങ ഏതിലാണെങ്കിലും കടുകും ഉലുവയും ഞാൻ പൊട്ടിച്ചിട്ടാണ് അച്ചാറിടാറുള്ളത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അതൊന്നും ചെയ്ത് നോക്കുക. എനിക്ക് ഉലുവ നമ്മൾ പൊടിച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ വാസന കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ടേസ്റ്റിന് വ്യത്യാസം തോന്നിയിട്ടുണ്ട് പൊടിച്ച് ചേർക്കുമ്പോൾ. അപ്പം നിങ്ങൾ പൊടിച്ച് ചേർക്കാതെ ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഉലുവയും കടുകും പൊട്ടിച്ച് അതിലേക്ക് വറ്റൽ മുളകും കുഞ്ഞായിട്ട്, അധികം കുഞ്ഞാക്കണ്ട, 4 പിളർന്നിട്ടിട്ടുള്ള വെളുത്തുള്ളി കുട്ടന്മാരാണ്. ഇവന്മാരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത്യാവശ്യം വഴണ്ട് വരണം. ഒരു കാലല്ല അര ഭാഗത്തോളം വഴണ്ട് വന്നോട്ടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അലന്ന് കിട്ടും. അതിനുശേഷം അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ പതുക്കെ ആ ഒരു സ്മെല്ല് വരും. നമുക്ക് ആ ഒരു സ്മെല്ല് ആ വീട് മൊത്തം അങ്ങോട്ട് പരക്കും കേട്ടോ. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. നല്ല നിറം ഉണ്ടെങ്കിലല്ലേ അച്ചാർ കഴിക്കാൻ നമുക്കൊരു രസമുള്ളൂ. നിറം ഇത്തിരി അധികം ഇരിക്കട്ടെ. മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിയിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ മുളക് പൊടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ മുളക് മൂത്ത് വരുന്നതിനനുസരിച്ച് അതിൻ്റെ കളറ് ഡാർക്കായി വരും. പിന്നെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും നന്നായിട്ട്. ഈ ഒരു സമയത്ത് കായം ചേർക്കാം. ഞാൻ കായപ്പൊടി ചേർക്കാറില്ല കേട്ടോ, കായം ഡയറക്റ്റാണ് ചേർക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കായം എണ്ണയിലിട്ട് വറുത്തിട്ട് അത് പൊടിച്ച് ചേർക്കാം. അതിലും നല്ലത് കുറച്ചും കൂടെ ഇങ്ങനെ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ഫ്ലേവറും പിന്നെ ആ ഒരു അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റും കിട്ടാനായിട്ട് ഡയറക്റ്റ് കായം ഇങ്ങനെ ചേർക്കുന്നതാണ് നല്ലത്. ആ എണ്ണയിലൊന്ന് വഴണ്ട് വരണം കേട്ടോ കായം. അതിനുശേഷം ചൊറുക്ക ആഡ് ചെയ്യാം. ചൊറുക്ക അഥവാ വിനാഗിരി ആഡ് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം, തിളച്ച വെള്ളമോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമോ ചേർത്തിട്ട് നന്നായിട്ട് കുറുകി വരും. അത് ഒന്ന് സിമ്മിലിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ തിളച്ച് കുറുകി വരും. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വാദിഷ്ടമായ വെളുത്തുള്ളി അച്ചാർ റെഡി. ഇതിൻ്റെ ഒരു ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ, ഒരു സ്പൂൺ അച്ചാർ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.